ക്രിസ്റ്റഫർ നോളന്റെ ഒഡീസിയുടെ ട്രെയിലർ പുറത്തിറങ്ങിയത് മുതൽ പോസിറ്റീവിനേക്കാൾ നെഗറ്റീവാണ് ഇതിന്റെ ട്രെയിലറിനും മൂവിക്കുമൊക്കെയായി സോഷ്യൽ മീഡിയയിലൂടെയും മറ്റുമായി വരുന്നത്. പ്രധാനമായും ഇപ്പോൾ മൂവിയുടെ ഹിസ്റ്റോറിക്കൽ ഇന്നാക്യുറസിയും മോഡേൺ ഡയലോഗുകളുടെ അനാവശ്യ യൂസേജും ഒക്കെയാണ് ഇതിനായി പറയുന്നത്. അതായത് യഥാർത്ഥത്തിൽ ഒഡീസി എന്ന് പറഞ്ഞാൽ ഒരു ഏഷ്യന്റ് ഗ്രീക്ക് മിത്തോളജിക്കൽ ഫാന്റസി സ്റ്റോറിയാണ്. അതുകൊണ്ട് തന്നെ ഏഷ്യന്റ് ഗ്രീസിൽ നടക്കുന്ന സ്റ്റോറിയാണ് ഇത്. അപ്പോൾ ട്രെയിലർ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ വന്ന ഒരു കംപ്ലൈന്റ് ആയിരുന്നു, ട്രെയിലറിൽ റോബർട്ട് പാറ്റിൻസന്റെ ക്യാരക്ടർ പൈനിങ് ഫോർ എ ഡാഡി എന്നൊരു ഡയലോഗ് പറയുന്നുണ്ട്. അതേപോലെ ടോം ഹോളണ്ടിന്റെ ക്യാരക്ടർ ആയാലും മൈ ഡാഡ് ഈസ് കമ്മിങ് ഹോം എന്നും പറയുന്നുണ്ട്. ഈ ഡാഡി ഡാഡ് എന്ന് പറയുന്ന വാക്കുകളൊക്കെ കുറച്ചധികം മോഡേൺ ആയ വാക്കുകളാണ്. അപ്പോൾ ഇവർ ചോദിക്കുന്നത് ഏഷ്യന്റ് ഗ്രീസിൽ ആ കാലത്ത് ഇത്തരത്തിലുള്ള മോഡേൺ ഡയലോഗുകളൊക്കെ പറയുമോ എന്നാണ്. ഒരു ഗ്രീക്ക് എപ്പിക് മൂവിക്ക് യോജിക്കാത്ത രീതിയിലുള്ള ഡയലോഗുകളാണ് ഇവയൊക്കെ എന്നാണ് ഇവരൊക്കെ പറയുന്നത്. അതേപോലെ മോസ്റ്റ് ഓഫ് ദി കാസ്റ്റും ഈ മൂവിയിൽ ഉപയോഗിക്കുന്നത് അമേരിക്കൻ ആക്സന്റ് ആണ്. ഇതുകൊണ്ട് തന്നെ ഒരു ഹിസ്റ്റോറിക്കൽ ടോൺ ഈ മൂവിക്ക് കിട്ടുന്നില്ല എന്നുമാണ് പറയുന്നത്. അക്കാലത്ത് ഗ്രീസിലുള്ളവരെന്തായാലും അമേരിക്കൻ ആക്സന്റ് ഒന്നും ആയിരിക്കില്ലല്ലോ ഉപയോഗിക്കുന്നുണ്ടാവുക. അതേപോലെ ഈ മൂവിയുടെ കാസ്റ്റിംഗുമായി ബന്ധപ്പെട്ട് ഒരുപാട് കംപ്ലൈൻസ് ഈ മൂവിയുടെ തുടക്കം തൊട്ടേ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊരു ഗ്രീക്ക് മിത്തോളജിക്കൽ മൂവി ആയിരുന്നിട്ട് കൂടി ഒരു ഗ്രീക്ക് ആക്ടറെയും ഈ മൂവിക്ക് വേണ്ടി കാസ്റ്റ് ചെയ്തിട്ടില്ല എന്നും പറഞ്ഞ് അങ്ങനെയും ചിലർ ഈ മൂവിയെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് വേണമെങ്കിൽ ഒരു അനാവശ്യ സംഭവമാണെന്ന് പറയാം. എന്നാൽ ഏറ്റവും കൂടുതൽ ഈ മൂവിക്കെതിരെ വന്നിട്ടുള്ള വിമർശനം എന്ന് പറയുന്നത് ഈ മൂവിയുടെ കോസ്റ്റ്യൂം ഡിസൈനെതിരെയാണ്. ഹിസ്റ്റോറിക്കലി ആക്യുറേറ്റ് അല്ലാത്ത ആർമേഴ്സും കോസ്റ്റ്യൂമും ഷിപ്പും ഒക്കെയാണ് ഈ മൂവിക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് കുറെ പേര് കംപ്ലൈന്റ് ചെയ്യുന്നത്. ആദ്യത്തെ ട്രെയിലർ വന്നപ്പോൾ ഒരു ഹെൽമെറ്റ് ഉണ്ടാക്കിയ പുകലൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. പിന്നെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും വിഷ്വലി എല്ലാം വളരെയധികം മികച്ച രീതിയിൽ തന്നെ നോളൻ ഈ ചിത്രം ഒരുക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് നോളൻ ഈ മിത്തോളജിക്കൽ സ്റ്റോറിയെ നോളന്റേതായ രീതിയിൽ ഒരു മൂവിയാക്കി അവതരിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്നാണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോറിയുടെ ഒരു എക്സാക്ട് അഡാപ്റ്റേഷൻ ഒന്നും ആയിരിക്കണമെന്നില്ല ഈ മൂവി. പിന്നെ ഒഡീസിസിന്റെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ തന്നെ വളരെയധികം വലിയൊരു സ്റ്റോറിയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോറിയെ ഒരൊറ്റ മൂവിയൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. ഒഡീസി എന്ന് പറയുന്നത് നമ്മുടെ മഹാഭാരതവും രാമായണവും ഒക്കെ പോലെയുള്ള ഒരു വലിയൊരു എപ്പിക് സ്റ്റോറിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു എപ്പിക് സ്റ്റോറിയെ നോളൻ എങ്ങനെയായിരിക്കും അവതരിപ്പിക്കുക എന്നറിയാനാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. പിന്നെ ആരെങ്കിലും എന്തിന്റെങ്കിലും ഒരു അഡാപ്റ്റേഷൻ ഒക്കെ ചെയ്യാൻ തുടങ്ങിയാൽ അതിനെ ഏതെങ്കിലും രീതിയിൽ കുറ്റം പറഞ്ഞുകൊണ്ട് വരുന്നത് ഇപ്പോൾ സാധാരണ നടക്കാറുള്ളത് തന്നെയാണ്. പിന്നെ ഈ മിത്തോളജിക്കൽ സ്റ്റോറിയെ കുറിച്ച് ഒന്നും അറിയാത്ത നോർമൽ ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യാതൊരു കുഴപ്പവും തോന്നിയിട്ടുണ്ടാവില്ല. അത് മാത്രമല്ല അവർക്ക് ട്രെയിലർ വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവാനും സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ട്രെയിലർ കണ്ടിട്ട് എന്താണ് തോന്നിയത്? അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട. അതേപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ ഇതുപോലുള്ള വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.